ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ബിഫോർ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാരങ്ങയെക്കുറിച്ചിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. നാരങ്ങ നമ്മൾ സീസണൊക്കെ ആകുമ്പോൾ കുറേ വാങ്ങിച്ച് വെച്ച് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക എന്നാണ്. നമ്മൾ കുറച്ച് കണ്ടെയ്നറിലൊക്കെ വെച്ച് അടച്ച് വെക്കുമ്പോഴത്തേന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ അതിൻ്റെ നീരൊക്കെ വലിഞ്ഞ് ചുക്കി ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് നീര് കുറവായിട്ടൊക്കെ കിട്ടുക. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പതിവ്. പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു ട്രിക്സ് കൂടെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് മാസങ്ങളോളം 4-5 മാസങ്ങളോളം എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു 1-2 ട്രിക്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലത്തെ നാരങ്ങയ്ക്ക് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കണം. കുറച്ച് പഴകിയ നാരങ്ങയാണ്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയാൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. നമ്മൾ കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പോൾ ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് കുറച്ചെണ്ണം കാണിച്ചു തരണമെന്ന് മാത്രം കേട്ടോ. കുറച്ച് ഇത് കണ്ടോ, ഇതുപോലത്തെ ഒന്നും നമ്മൾ വാങ്ങിക്കരുത്. നമ്മൾ ലേഡീസൊക്കെ പോയി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുക്കും. ജെൻസൊക്കെ ആണെങ്കിൽ അവർ കൊടുത്തത് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരും. ഇത് കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ 3-4 പ്രാവശ്യം നമ്മൾ കഴുകണം. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കണം. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ കഴുകി വയ്ക്കുക. ഒട്ടും ഈർന്നില്ലാതെ നമ്മൾ തുടച്ചെടുക്കുക. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ട്. സാധാരണ ഇതുപോലെ കഴുകി ഈർന്നൊന്നും ഇല്ലാതെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇതുപോലൊരു ട്രിക്ക് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടോ, ഇതുപോലെ ന്യൂസ് പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞിട്ട് എടുത്ത് വെക്കുക. നല്ല ചീത്തയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലത് മാത്രം എടുത്ത് വെക്കുക. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ് കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെ ഓരോന്നും നമ്മൾ ഓരോ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സിലും പൊതിഞ്ഞിട്ട് വേണം എടുത്ത് വെക്കണമെങ്കിൽ കേട്ടോ. ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സിലോ അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറോ ഉപയോഗിക്കാം. ഒട്ടും ഈർന്നില്ലാതെ നല്ല കണ്ടെയ്നറിൽ ഒട്ടും ഈറാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു പാത്രം, നല്ല ടൈറ്റുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോക്സോ എന്തായാലും കുഴപ്പമില്ല, അതിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങളോളം 4-5 മാസത്തോളം ഇത് നിൽക്കും. നമുക്ക് സീസണൊക്കെ ആകുമ്പോൾ നല്ലോണം വിലക്കുറവിലും കിട്ടും. പിന്നെ വേനൽക്കാലത്ത് അത്യാവശ്യമുള്ളൊരു സാധനം കൂടിയാണ്. പിന്നെ ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ 4-5 മാസത്തോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നാരങ്ങയുടെ ട്രിക്സാണ്. കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ ഈ നാരങ്ങയുടെ പുറത്ത് തടവുക. ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ കഴുകി ഉണക്കിയതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാൻ. കുറച്ച് ഓയിൽ എല്ലാത്തിലും പുരട്ടുക. എല്ലാ ഭാഗത്തും പുരട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് മാസങ്ങളോളം നിൽക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൻ്റെ നല്ലോണം ഒട്ടും നീരുണ്ടാവില്ല, ഒട്ടും നീര് വലിയാതെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ കിട്ടും. ഓരോന്നും ഇതുപോലെ എന്തെങ്കിലും കിച്ചൺ ഓയിൽ ഉപയോഗിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കുക. അല്ല ബാക്ടീരിയ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ നല്ലൊരു എളുപ്പ വഴിയാണ്. നമുക്ക് ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഒരു 3-4 കിലോനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനമാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇതുപോലെ പച്ചവെള്ളത്തിൽ കുറച്ചെടുത്ത് വെച്ചാൽ ഒരു 10-15 ദിവസം നിൽക്കുന്നൊക്കെ. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ മല്ലി കേടുകൂടാതെ നമ്മൾ ഇതുപോലെ എങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. ഇതുപോലെ വിലക്കുറവുള്ള സമയത്ത് ഇതൊക്കെ ഒരു 5 രൂപയുടെ കെട്ടാണ്. ഈ ഭാഗത്തൊക്കെ 5 രൂപയ്ക്കാണ് കിട്ടാറുള്ളത്. നമുക്ക് 10 രൂപയ്ക്ക് 4-5 കെട്ട് കിട്ടുന്ന സമയങ്ങളുണ്ട്. പിന്നെന്താ, ഒരു ചെറിയ പീസിന് തന്നെ നമ്മളും 10-15 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സമയവും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് കണ്ടോ, ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ ഇത് കുറേ ദിവസം മാസങ്ങളോളം ഇത് എങ്ങനെ എടുത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കണ്ടോ, അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൽ പഴുപ്പൊക്കെ ഉണ്ടാവും. ആ പഴുത്ത ഇലകൾ, ചീഞ്ഞ ഇലകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് പിന്നെ ചീര പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ നമുക്ക് കെട്ടായിട്ട് വരുമ്പോൾ അതിൽ വേറെ ചീരയുടെ ഇലകളുണ്ടാവും, വേറെ കുപ്പയിലയുടെ ഇലയൊക്കെ ഒരുമിച്ച് പറിച്ചിട്ടായിരിക്കും കെട്ടിയിട്ട് വരിക. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യണം. 3-4 പ്രാവശ്യം ഇതുപോലെ വാഷ് ചെയ്യണം. മഴക്കാല സമയത്തൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്യണം. കാരണം നിറയെ മണ്ണായിരിക്കും, പുഴു ഉണ്ടാവും. അതൊക്കെ നോക്കണം കേട്ടോ. കെട്ടായിട്ട് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ നമ്മൾ 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം.
ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇത് കുറച്ച് മാസങ്ങളോളം നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ പക്ക ഇതിൽ വെള്ളം ഒട്ടും പാടില്ല. അതുകൊണ്ട് നമ്മൾ കോട്ടൻ്റെ ക്ലോത്തോ എന്തെങ്കിലും വെച്ച് വിരിച്ച് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെക്കണമെങ്കിൽ കേട്ടോ. നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴത്തേക്കും ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ അത് ഒരുമാതിരി ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുമ്പോൾ ആ ഗ്രീൻ കളർ അതിൻ്റെ ഒട്ടും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളൊരു സാധാരണ എന്തെങ്കിലും ഒരു ക്ലോത്തിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒട്ടും പാടില്ല. വെള്ളം കളയുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്താൽ തന്നെ ആ കോട്ടൺ ക്ലോത്ത് വലിച്ചെടുക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ അടിയിൽ ഒരു ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ 2-3 ന്യൂസ് പേപ്പറോ എന്തെങ്കിലും കീറിയിട്ടതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലിടാം. അല്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ഞാൻ എടുത്തതുപോലെ തന്നെ ഡ്രൈ ആക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഞാനത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിലിട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു 2-3 മാസത്തോളം നമുക്ക് ഇത് എടുത്ത് വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സീസൺ സമയത്തൊക്കെ ഇതുപോലെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.